ശരി എല്ലാം വെച്ചോളാ നീ നോക്ക്, നീ ചുമ്മാ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കളിയോ? ആ കളിയല്ലേ, ചിലപ്പോ ജയിക്കും ചിലപ്പോ തോക്കും. ആ അവിടാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. എടി ജയിച്ചാലും തോറ്റാലും പൈസ കിട്ടുമല്ലോ. അതുകൊണ്ട് എടി ചാരു, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വേണ്ട, ഞാനെങ്ങൂല്ല, നീ മിണ്ടായിരുന്നേ. എടി നേരത്തെ പറഞ്ഞ പോലെ തോറ്റാലും നമുക്ക് പൈസ കിട്ടും. നമ്മള് പോകുന്നു ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തിരിച്ചു വരുന്നു. മോളെ അവന്തി, നീ പൈസയുടെ പുറകെ പോവരുത്. നീ എന്നൊക്കെ പൈസയുടെ പുറകെ പോയിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടേ തിരിച്ചു വരാറുള്ളൂ. അതുകൊണ്ട് മിണ്ടാതിരി. എന്നാലും ഓരെന്നാലും ഇല്ല, മിണ്ടാണ്ട് എവിടെയെങ്കിലും കുത്തി മര്യാദക്ക് ഇരുന്നു. അതെ ചാരു, ഞാനും സ്റ്റെഫിയും കൂടെ ആ കബഡി മത്സരത്തിലൊന്ന് പങ്കെടുത്താലോ എന്ന് ആലോചിക്കാം. എന്താ എന്റെ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. നീ പങ്കെടുത്തോ? നീ വരുന്നുണ്ടോ? ഞാൻ ഇല്ല. എനിക്കും തുടക്കത്തിൽ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 1 മണിക്കൂർ കൊണ്ട് 27,000 രൂപ കിട്ടാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. കാശിന് ആവശ്യമുള്ളതല്ലേ. ശരി, പിന്നെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. വരുന്നില്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ആളെ ഇറക്കിക്കോട്ടെ. തീർച്ചയായിട്ടും, ഉറപ്പല്ലേ? പുറത്തുനിന്ന് ആൾക്കാരെ ഒരാൾക്കാരെ ഇറക്കി കളിക്കട്ടെ, ഉറപ്പായിട്ടുണ്ട്. നിങ്ങളില്ലല്ലോ, പിന്നെന്താ? സെറ്റ്. അവിടെ ആകുമ്പോ എന്താണെന്നറിയോ, കുറച്ച് സംതിങ് കൊടുത്താൽ മതി, ബാക്കി കാശ് ഞങ്ങളുടെ കയ്യിലിരിക്കും. ചില്ലറ കാര്യമല്ലല്ലോ. ഉറപ്പായിട്ട്. അപ്പൊ നിങ്ങൾ കളിക്കും. ഞാനേ പോയിട്ട് അങ്ങളുടെ അടുത്ത് പറയണം. ഈ പ്രാക്ടീസ് ഒക്കെ വേണമല്ലോ. ഒന്നാമത് എനിക്ക് കളി അറിയത്തില്ല, സ്റ്റെഫിക്കും അറിയത്തില്ലല്ലോ. എന്നാ ശരി, ഓൾ ദ ബെസ്റ്റ്. വരുന്നില്ലല്ലോ അല്ലേ? ശരി. കണ്ടോ ഇടി, അവളുമാർക്ക് കളി പോലും അറിയത്തില്ല, എന്നിട്ട് അവളുമാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിൽക്കുക. ചാരു, ഞാൻ നിന്റെ അടുത്ത് ഒന്നും കൂടെ പറയുവാ, എടി വാടി. എന്റെ അടുത്ത് ഒന്നും കൂടി പറയണ്ട, ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ല, നീയും പോണി. എടി ഇതേ നോക്ക്, തോറ്റാലും ജയിച്ചാലും 25,000 രൂപ കിട്ടും. ഞാൻ പൈസയുടെ പുറകെ നീ പോരുത്, ഞാൻ പറഞ്ഞു വരേക്ക്. ജയിച്ച 50,000 എടി എനിക്ക് മാത്രമല്ല ഒരു പൈസയ്ക്കൂടെ ആവശ്യം. ഇങ്ങോട്ട് നോക്ക്, നിനക്കും ആവശ്യമുണ്ടല്ലോ. ഇവിടെ റെന്റ് കൊടുക്കാറാകുമ്പോഴേ എടി കുറച്ച് പൈസ തരുമോ, എടി കുറച്ച് പൈസ തരുന്ന പറഞ്ഞോട് തെണ്ടി നടക്കുന്ന കാണാം. ഇതിന്റെ പൈസ കിട്ടി നിനക്ക് അതിനൊരു ആവശ്യമില്ല, നമുക്ക് ലാവിഷായിട്ട് ജീവിക്കാം. എടി അവളുമാരാണ് കളിച്ച് പൈസ നേടി, അവളുമാർ ആ പൈസ കൂടി ഇങ്ങോട്ട് വന്ന് അസൂയ എടുത്ത് പണ്ടാരെടുത്ത് തല പൊട്ടിപ്പോവും. എടി വാടി, നീ എന്റെ പൊന്നു മോളെ, എന്റെ കൂടെ വാടിയില്ലേ, വാടി. എടി വാടി, എനിക്ക് വയ്യ. നമ്മള് പോകുന്നു, വേറെ ഒന്നും നമുക്ക് നിനക്ക് പറയാനില്ല. സമാധാനിക്കാൻ സമയമില്ല. അവിടെ ഇപ്പൊ ആൾക്കാർ ബോംബിൽ നിൽക്കുമ്പോ നമുക്ക് അമ്മയോട് കാര്യങ്ങൾ പറയണ്ടേ? ഓടി. ഓ ആ പൂവാ.